എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CGL 2022 ഫോക്കസ് ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ CGL 13 ഏപ്രിൽ 2022 ഷിഫ്റ്റ് 1 പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഏകദേശം ഒരു 6ഓളം ഷിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 6ഓളം മാത്സിൻ്റെ ഷിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 6 അല്ല, അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ എന്നെ സിൻസിയറായിട്ട് ഈ ക്ലാസ് സിൻസിയറായിട്ട് ഫോളോ ചെയ്ത് വന്നവരാണെങ്കിൽ നിങ്ങളുടെ മെത്തേഡ്സിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടാവും. നിങ്ങൾ സിൻസിയറായിട്ടാണ് ഇത് പോയിട്ടുള്ളതെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ്സിൽ ചേഞ്ച് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷനിലും നിങ്ങളുടെ അപ്രോച്ചിലും അല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡിലും എത്രത്തോളം വ്യത്യാസം വന്നെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിത് റെഗുലറായിട്ട് ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. അപ്പം ഈ ഷിഫ്റ്റ് വൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് മിക്സഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ചാപ്റ്റർ വൈസ് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ ആ കൺസെപ്റ്റ് ആ സമയത്ത് നമുക്ക് ക്ലിയർ ആയിരിക്കും. പക്ഷേ ഈ ഇതേപോലെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഓരോ ടൈപ്പാണ് നമ്മൾ ചിന്തിക്കുക, ഓരോ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിവിഷനായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സാമിന് വേണ്ടി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ഈ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷിഫ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. A shopkeeper allows 28% discount on the market price of an article and still makes a profit of 20%. If he gains 3080 on the sale of the one article, then what is the selling price of the article? അപ്പോൾ നിങ്ങളിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം ഒന്ന് ആലോചിക്കണം, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നും ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഫുൾ ബേസ് അറിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റൂ, പ്രോഫിറ്റ് ലോസ് എന്താണ് അതിൻ്റെ കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കൊരു 10-20 സെക്കൻഡിനകത്ത് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ 20 സെക്കൻഡിനകത്ത് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ഓഫ് 20% ആണ് തന്നിരിക്കുന്നത്. ഇതെന്താ അർത്ഥം, ഇതിന്റെ അർത്ഥം എന്താ, ഇഫ് ഹി ഗെയിൻസ് 3080 എന്ന് പറഞ്ഞാൽ ഇതും ഗെയിൻ എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ആണ്, ഇതെന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസിന്റെ 20% ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഓഫ് 20% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 20%. കോസ്റ്റ് പ്രൈസിന്റെ 20% ആണ് എന്ത് നമുക്ക് തന്നിരിക്കുന്നത്, 3000. അതല്ലേ 3080 തന്നിരിക്കുന്നത്. 3080 നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെക്കുന്നത്, 100% കോസ്റ്റ് പ്രൈസ്. അപ്പം പ്രോഫിറ്റ് ഓഫ് 20% എന്ന് പറഞ്ഞാൽ 120% ലഭിക്കുന്നത്. അപ്പം എന്താ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസിന്റെ 120%. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 20% അറിയാം 3080. 120% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120%. ഈ പെർസെന്റേജ് എഴുതണ്ടായിരുന്നില്ല. പെർസെന്റേജ് വെട്ടി നമുക്ക് എത്ര വരും നമ്മുടെ ആൻസർ, ഇത് 20 ചുറ്റുമ്പോൾ എത്ര വരും, 6. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ട് 6 8 48, 8 0 അവസാനിക്കുന്നതാണ്. അപ്പൊ 1 2 രണ്ട് നമ്പർ 8 0 അപ്പൊ നമ്മൾ അടുത്ത നമ്പറോട് ഒന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 6 6 × 0 ചെയ്യുമ്പോൾ 0, 6 8 48, 8 ശിഷ്ടം 4, 6 × 0 0 ആണ്, 0 ഈ ശിഷ്ടം കൂട്ടി 480. അപ്പൊ 480 അവസാനിക്കുന്ന ഏതാണ് ആൻസർ, ഓപ്ഷൻ ഡി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കാര്യം അറിയാവുന്നവന് എന്താണ് നോക്കുക, ജസ്റ്റ് 3080 × 6 ചെയ്യുക. 3080 × 6 യൂണിറ്റ് രണ്ട് സ്റ്റെപ്പിന്റെ കാര്യമുള്ളൂ. ഇത് എന്താ ലെസ് ദാൻ 20 സെക്കൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്കൗണ്ടിന്റെ ഈ കാര്യം എടുത്തതേ ഇല്ല, ഇതിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 3080 ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് 20% തന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ ഗെയിൻ പറയുന്നത് നമ്മൾ എന്തിലായിരിക്കും, കോസ്റ്റ് പ്രൈസിലായിരിക്കും. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ നമ്മൾ എങ്ങനെ സാധാരണ പറയുന്നത് 20% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്, 3080. ഇതിനകത്തുനിന്ന് 1% ഓഫ് കോസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കും. 3080/20 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ ആലോചിക്കും, 120% ഓഫ് CP. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുന്നതിനൊക്കെ ഇങ്ങനെയൊന്നും എഴുതരുത്, പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്നും എഴുതരുത്. നമ്മൾ ഒറ്റ സ്റ്റെപ്പിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. അതായത് 20% അറിയാം, 120% എത്ര, 20 അറിയാം ഇത്രയും, 120 എത്ര. അപ്പൊ ഈ പെർസെന്റേജ് എഴുതേണ്ടായിരുന്നില്ല, ജസ്റ്റ് 20 3080 നമുക്ക് എന്താ വേണ്ടത്, 120 വേണം. 120 എന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് സെല്ല് ചെയ്യുന്ന എത്രയായിരിക്കും, 120% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇതും ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്, ഇതും ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. × 6 അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, 18 480. കാൽക്കുലേഷന് ഫുള്ള് ചെയ്യാൻ പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഇഫ് ദ 9 ഡിജിറ്റ് നമ്പർ, ഇങ്ങനെയുള്ള നമ്പർ ഡിവിസിബിൾ ബൈ 36. അപ്പം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ 56 വെച്ചുള്ള ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇവന്മാർ പണ്ട് 88, അത് 72, 8 9 അങ്ങനെ തരുന്നത്. ഇപ്പൊ ഇവന്മാർ എന്താ പുതിയ നമ്പേഴ്സും തരുന്നുണ്ട്. ഇപ്പൊ 36 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 × 9 ആണ്. 2 കോപ്രൈൻ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. അതായത് 4 × 9 ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 36ന്റെ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്പർ 4ന്റെയും ഡിവിസിബിൾ ആണ്. അതായത് 4ന്റെയും മൾട്ടിപ്പിൾ ആണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 4ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഒരു നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ, അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ എന്തായിരിക്കും, ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 10x² - 3y² ഫോർ ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് y. അപ്പൊ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഇതിന് വൈക്ക് എന്ത് കൊടുക്കണം, ലാർജസ്റ്റ് വാല്യൂ കൊടുക്കണം. അപ്പോൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ 98. 98 4ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. 98 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 96 ആയിരുന്നെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. ഇനി എന്ത് കൊടുക്കണം, വൈക്ക് 8 കൊടുക്കണം.
വൈക്ക് 8 കൊടുക്കുമ്പോൾ 88. 88 4 മൾട്ടിപ്പിൾ ആണോ? 22 ഗുണം 4 ആണ് 88. അപ്പോൾ 88 4 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ 8 കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് എന്തുവാ ഇവിടെ വാല്യൂ കണ്ടുപിടിക്കണം. ഏതോ ഒരു വാല്യൂ നിന്ന് ഇതിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. -3 × y², 3 × 8ന്റെ സ്ക്വയർ എത്ര? 8ന്റെ സ്ക്വയർ എത്ര? 64. 64 ഗുണം 3 എത്ര? 67 ഗുണം 3 എന്ന് പറഞ്ഞാൽ 60 3 190, 4 3 12. അപ്പോൾ 192. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇത്ര സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്താലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 64 ഗുണം 3 192 ഇത്ര എഴുതി വെച്ചു. നമുക്ക് ഇനി എന്താ ഇവിടുത്തെ കൂടെ കിട്ടി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. ഇനി എന്താ വേണ്ടുന്നത്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ? 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്താ? അതിന്റെ സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എപ്പോഴും അറിയാം 9 എവിടെയൊക്കെ കാണുന്നു അതൊന്നും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ 8 + 8 16 17 22 24 അങ്ങനെ കൂട്ടാതെ 9 വരുന്നത് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. കാര്യം അവസാനം നമ്മൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുന്നത്. അപ്പം ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അങ്ങനെ 9 ക്യാൻസലായി. ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, 9 ക്യാൻസലായി. ഇവിടെ ഒരു 9 ഉണ്ട്, 9 ക്യാൻസലായി. ബാക്കി എത്ര ഉള്ളത്? 7 5 12 ഇവിടുത്തെ എന്താ? ഒരു 8 12 × 20. അപ്പോൾ 20 വരെ ഉണ്ട്, 20 വരെ ആയി. നമുക്ക് എത്ര വേണ്ടത്? ഈ നമ്പർ എന്താണോ? 7ന്റെ മൾട്ടിപ്പിൾ ആണോ? 7ന്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി എക്സിന് എത്ര വാല്യൂ വരാം? 20 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അടുത്ത 9ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 27 ആണ്. അപ്പോൾ എത്ര വരാം എക്സിന്? എക്സിന് എത്ര വരണം? 7 വരണം. എക്സിന് 7 വന്നല്ല പറ്റൂ. 36 വരണമെങ്കിൽ എന്താ? 16 വരണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം 9 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 7. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണുള്ള കണ്ടീഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ആദ്യമായിട്ട് ബിഗിനർ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ അതിന്റെ വഴികളും എന്താണ് കാര്യം എന്ന് പറയുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ 525 ക്വസ്റ്റ്യൻ 21 ഷിഫ്റ്റിൽ 525 ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ എന്താ ഒരു 40 50 ഒരു 40 മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെവൽ നിങ്ങൾ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് അങ്ങ് കേട്ടാൽ മതി. അപ്പോൾ ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഡിജിറ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 9നെ കൺസിഡർ ചെയ്യണ്ട. അപ്പം 7 ആണ് എന്തിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ ഇവിടെ എന്തോ 7 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. 10 × 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 7ന്റെ സ്ക്വയർ 49. 49 × 10 എത്ര? 490. അപ്പോൾ 490 നിന്ന് 192 കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് വെയിറ്റ് എത്ര ആയിരിക്കും? ഇവിടെ എന്ന് പറഞ്ഞാൽ 10 എന്താ 0 2 10 - 2 8 ആയിരിക്കും നമ്മുടെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി അല്ലേ ഉള്ളൂ. കഴിയും. അത് കാൽക്കുലേഷൻ പോലും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 5 sin θ - 4 cos θ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ sin θ cos θ അതിന്റെ വാല്യൂ വേണം. അപ്പോൾ ഇത് ഞാൻ പറയാതെ തന്നെ ഞാൻ ഇനി എഴുതുന്നില്ല. 5 sin θ - 4 cos θ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 5 sin θ = 4 cos θ ആവും. അപ്പോൾ sin θ / cos θ എന്ത് വരും? അപ്പോൾ സൈൻ ബൈ കോസിനെ എന്ത് വരും? 4/5 എന്ന് എഴുതും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ 5 sin θ = 4 cos θ, സൈനിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും എന്ത്? കോസിന്റെ വാല്യൂ. കോസിന്റെ കൂടെ കിടക്കുകയായിരിക്കും സൈനിന്റെ വാല്യൂ. ഇവിടെ നോക്കേ, സൈനിന്റെ കൂടെ കിടക്കുന്ന 5 അല്ലേ ഇവിടെ കോസിന്റെ വാല്യൂ വന്നത്. അതുപോലെ കോസിന്റെ കൂടെ കിടക്കുന്ന 4 അല്ലേ സൈനിന്റെ വാല്യൂ വന്നത്. അപ്പോൾ സൈൻ 4 യൂണിറ്റും കോസ് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റും. ഇവിടെ നിന്ന് നോക്കേ, ഇവിടെ സൈന് വരെ നമ്മൾ എന്ത് കൊടുക്കാം? 4 യൂണിറ്റും കോസിന് വരെ എന്ത് കൊടുക്കാം? 5 കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരുടെയും ഡിഗ്രി സെയിം ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ പവർ sin raised 1 ആണ്. ഈ ടൈമിന്റെ sin raised 1 ആണ്. ഇവിടെ sin raised 1 ആണ്. ഇവിടെ sin raised 1. ഇവിടെ ഇപ്പം സൈൻ സ്ക്വയർ വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ ഡയറക്റ്റ് 4 ന്നും 5 ന്നും പറഞ്ഞ് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് ചേഞ്ച് വരും. സൈൻ സ്ക്വയർ വരുവാണെങ്കിൽ നമ്മൾ സൈൻ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാത്തിന്റെയും ഡിഗ്രി സെയിം ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പവർ സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് റേഷ്യോയിലെ വാല്യൂ എടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് പറയാം? സൈനിന് 4 കൊടുക്കുക, കോസിന് 5 കൊടുക്കുക. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയുവാണ്. സൈനിന് 4 കൊടുക്കുമ്പോൾ 5 × 4 20. അടുത്ത കോസിന് 5 കൊടുക്കുമ്പോൾ എന്താ? 2 × 5 10. എന്താ? സൈനിന് 4 കൊടുക്കുമ്പോൾ 5 × 4 20 പ്ലസ് കോസിന് 5 കൊടുക്കുമ്പോൾ 3 × 5 15. എത്ര? 30/35 എന്ന് എത്ര? 5 വെച്ച് കിട്ടുമ്പോൾ എത്ര? 6/7. 6/7 എന്ത്? ഓപ്ഷൻ ഡി. അപ്പോൾ ഇതേ ഉള്ളൂ. ഇത് അറിയാവുന്നവർ ചുമ്മാ നോക്കിയെങ്കിൽ എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് എളുപ്പ ക്വസ്റ്റ്യൻ. x + y + z തന്നിട്ടുണ്ട്, x y z തന്നിട്ടുണ്ട്, x y ഇത് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് x³ + y³ + z³ + xy z. അപ്പോൾ ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഒന്നുകൂടെ എഴുതാം. x³ + y³. അപ്പോൾ ഞാൻ ഇത് ആദ്യം പരീക്ഷയ്ക്ക് എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് പറയാം. എങ്ങനെ എത്ര സ്പീഡിലാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ഫോർമുല കൂടെ പറയാം. അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് x³ + y³ + z³ വേണം. അതെന്ന് പറഞ്ഞാൽ x + y + z. അത് ആദ്യം എന്താ? -3xyz ഉണ്ട്. അപ്പോൾ 3xyz എന്ന് പറഞ്ഞാൽ 3 × 81, അതായത് 243 പ്ലസ് x + y + z, അതായത് 18 ഇൻറ്റു x + y + z ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 324. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 3 - 3 × ab + bc + a 3 × 90 എന്ന് പറഞ്ഞാൽ എത്ര? 270 എന്ന് പറഞ്ഞാൽ എത്ര വരും? 327 - 270 എത്ര? 24 30 എത്ര? ഇതെന്ന് പറഞ്ഞാൽ ഫുൾ എത്ര എന്ന് പറയാം? നമുക്ക് 54 എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ എന്ത്? x³ + y³ + z³ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? xy z കൂട്ടണം. xy z എന്ന് പറഞ്ഞാൽ എത്ര? 81. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിനകത്തെല്ലാം എന്താണ്? യൂണിറ്റ് എല്ലാം ഡിഫറൻ്റ് ആണ്. എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ യൂണിറ്റ് എത്ര വരും? 3. ഇവിടുത്തെ യൂണിറ്റ് എത്ര വരും? 54 × 8 എത്ര? 2. 3 + 2 + 1, അതായത് 3 × 2 = 6. 6 യൂണിറ്റ് വരുന്ന ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് ഇപ്പം എക്സാമിന് എഴുതുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ചെയ്യുന്നത്.
ഇനി ഇതിന്റെ കാര്യം പറയാം. നമുക്ക് ഫോമുല എന്താ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ്. അപ്പോൾ എക്സാമിന് ഇത്രേ ഉള്ളൂ, ഇത് കഴിഞ്ഞു. യൂണിറ്റ് നോക്കി നമ്മൾ ഒന്നും കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. എക്സ് ക്യൂബ് മൈനസ് 3xy z എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഇസഡ് ഇങ്ങനെ എഴുതാം. ഇസഡ് ഇൻറ്റു എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്. അപ്പോൾ ഇത് ഈ ഫോമുലയാണ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇവിടെ എന്താ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3xy z അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 3xyz പ്ലസ് പിന്നെ ബാക്കി ഈ കാര്യം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. 3xyz ആണ് 3 ഇൻറ്റു 81, അതാണ് 243 പ്ലസ് എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതാണ് 18 തന്നിട്ടുണ്ട്. 18 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഹോൾ സ്ക്വയർ, 18 സ്ക്വയർ 320 മൈനസ് 3 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്, അതാണ് 90 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 270. എന്നിട്ട് അതെന്ന് പറഞ്ഞാൽ എന്താ? ഇത്രേ ആയിട്ടുള്ളൂ. ബാക്കി എന്താ? നമ്മുടെ ഇവിടെ എന്താ ഉള്ളത്? എക്സ് വൈ സെഡ് ഉണ്ട്. അപ്പോൾ എക്സ് വൈ സെഡ് കൂട്ടാം എന്ന് പറഞ്ഞാൽ ബാക്കി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 6 യൂണിറ്റ് വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്രയാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. എക്സാമിന് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതേപോലെയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. അപ്പോൾ ഇനി ഈ ടൈപ്പ് കാണുവാണെങ്കിൽ നിങ്ങൾ ഫോമുല ഒന്നും എഴുതാൻ നിൽക്കരുത്, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇക്വേഷൻ ചെയ്യുക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എക്സ് വൈ സെഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതോടെ കൂട്ടുക. കൂട്ടുമ്പോഴേ യൂണിറ്റ് ഡിഫറൻറ്റ് ആണെങ്കിൽ മാത്രം, യൂണിറ്റ് സെയിം ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൻ സം 1/4 of the sum and the interest rate percentage per annum is 4 times the number of years. The same interest rate is increased by 2%. Then what will be the simple interest on 5,000 for 3 years? But 2% increase ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താവും? 5,000 for 3 years. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ടൈപ്പ് ഒരെണ്ണം ചെയ്തതാണ്. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PRT/100 ആണ്. ഈ ടൈപ്പ് ഒരെണ്ണം ചെയ്തിട്ടുള്ള. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 1/4 of the sum എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് 1 ആണെങ്കിൽ നമ്മുടെ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അല്ലെങ്കിൽ 4 ആണെങ്കിൽ 1/4 of the sum ആണ് എന്ത്? ഇൻട്രസ്റ്റ്. ഇൻറ്റു ഞാൻ 6 എന്ന് കൊടുത്തു, 6/100 എഴുതി. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് ആനം ഈസ് 4 times the number of years. അപ്പം 6 എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ആണ് ഈ 4 times the number of years. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് ടി ആണെങ്കിൽ എന്താ? PRT. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എത്ര ഇടും? 6/4. അപ്പോൾ ടിക്ക് 6/4 എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ പറയും? 6/4. അപ്പോൾ എന്താ? ഈ 4ഉം കട്ട് ചെയ്തു. അപ്പോൾ R² എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10% കിട്ടും. അപ്പോൾ 10% കിട്ടിയില്ലേ? ഇനി എന്താ വെച്ചേക്കുന്നത്? ഇഫ് the same rate of interest increases by 2%. അപ്പോൾ 10% എന്തായി? ഇപ്പോൾ 12% ആയി. ഒരു വർഷത്തെ പെർ ആനമാണ്. അപ്പോൾ ഈ റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ പെർ ആനമാണ് ഒരു വർഷത്തെ. Then what will be the simple interest on 5000 for 3 years? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ? 3 വർഷത്തേക്ക് എന്തായിരിക്കും? ഒരു വർഷത്തേക്ക് 12 ആണെങ്കിൽ 3 വർഷത്തേക്ക് എത്ര? 36%. അപ്പോൾ 36% ഓഫ് 5000 ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5000 ഇൻറ്റു 36/100 അങ്ങനെ എഴുതാതെ 36 കൊണ്ട് എന്താ? 5 ഉണ്ട്. അതാണ് നോൺ സീറോ ആയിട്ടുള്ളത്. ബാക്കി 0 എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളൂ. അവർ ഓപ്ഷനകത്ത് ആ 0 തന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 18, ഇവിടെ 3, ഇവിടെ 15 എല്ലാത്തിനകത്തും നോൺ സീറോ ഡിജിറ്റ് ഡിഫറൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 5000ന്റെ 36% ആണ് വേണ്ടത്. അപ്പോൾ 36 × 5 എന്ന് പറഞ്ഞാൽ 180. അപ്പോൾ 180 എന്ന് പറയുന്ന വാല്യൂ ഓപ്ഷനിൽ കിടക്കുന്ന ഏതാണ് അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ 0 ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 1800 ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അത് നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഇത് സ്പീഡിൽ പരീക്ഷയ്ക്ക് എങ്ങനെ ചെയ്യേണ്ടത്? 1 എന്ന് പറയുന്നത് 4 ഇൻറ്റു എന്താ? R/100 ഇൻറ്റു എന്താ? നമ്മുടെ ഇവിടെ 14 എഴുതി, അതിന് ടിക്ക് വരെ R/4 എന്ന് എഴുതി. 4 വെട്ടി ഇവിടെ തന്നെ. ഇനി ബാക്കി എല്ലാം നമുക്ക് മനസ്സിൽ ചെയ്യാം. അപ്പോൾ R-ന്റെ വാല്യൂ R² 100 കിട്ടി. R-ന്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് R², അതായത് റൂട്ട് ഓഫ് 100 10%. എന്തായി? 2% കൂടുമ്പോൾ 12 ആയി. 12 ആകുമ്പോൾ 12ന്റെ 3 വർഷം കൊണ്ട് 36% ആണ്. 36 of 5000 എന്ന് പറഞ്ഞാൽ 36 180 ആണ്. 180 കണ്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ്. ഇത്രയും മാത്രമേ ഈ ക്വസ്റ്റിനകത്ത് ഇത്രയും മാത്രമേ നമുക്ക് എഴുതേണ്ടുള്ളൂ. ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. tan cube 45 4 cos cube. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് അത് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം. എല്ലാ ബുക്കിലും കാണും. നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്നിടത്തെല്ലാം കാണും. ബേസിക് ക്ലാസ്സുകൾ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ എല്ലാത്തിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓരോ സൈനിൻ്റെയും കോസിൻ്റെയും sin θ എല്ലാ വാല്യൂ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവരാണെങ്കിൽ അത് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. അപ്പോൾ tan cube 45 എന്ന് പറഞ്ഞാൽ tan 45 1 ആണ്. 1 × ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 × cos cube 60. cos 60 എന്ന് പറഞ്ഞാൽ 1/2. 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 1/8. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എത്ര? ഞാൻ എഴുതാം. 2 × cosec square 45. cosec 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 2 × 2 എത്രയാണ്? 4 ആണ്. 3 × sec square 30. sec 30 എന്ന് പറഞ്ഞാൽ എന്താ? 2/√3 ആണ്. അപ്പോൾ sec square എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ഇൻറ്റു 4/3 പ്ലസ് sin 30 എന്ന് വെച്ചാൽ 1/2. എത്ര വരും നമുക്ക്? ഇത് എത്ര? ഇത് 2. 1 + 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 3/2 ഡിവൈഡഡ് ബൈ ഇത് എത്ര വരും? 4
ഇതും ക്യാൻസൽ ആയി 4 - 4y/1/2 നമുക്ക് എത്ര വരും? നമുക്ക് 3 എന്ന് ആൻസർ വരും അല്ലേ? ഓപ്ഷൻ ഡി. അപ്പൊ ഇത് ഇത്രയും എഴുതേണ്ട കാര്യമുണ്ടോ? നമുക്ക് നോക്കി തന്നെ എഴുതട്ടെ. ടാൻ ക്യൂബും 4 കോസ് ക്യൂബ്, അതായത് 4/8 ആണ്, 1/2 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? ന്യൂമറേറ്റർ 3/2. 2 ഇൻറ്റു കോസി സ്ക്വയർ 45, 2 ഇൻറ്റു 4 4 മൈനസ് 3 ഇൻറ്റു എത്ര? 3/4. അപ്പോൾ 4/3, 4 - 4 അത് ക്യാൻസൽ ആയി /1/2. അപ്പോൾ ഡിവൈഡ് ബൈ 1/2 അത് മേളിൽ പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? ഇത്ര എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രയാങ്കിൾ എ ബി സി ഡി ആൻഡ് ഡി ആർ പോയിന്റ്സ് ബി സി വെച്ചാൽ എ ഡി തന്നിട്ടുണ്ട്, എ ആണ്, ബി എ ഡി തന്നിട്ട് സി എ ആണ്, എ ബി തന്നിട്ട് ബി ഡി തന്നിട്ടുണ്ട്, എ സി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി പ്ലസ് ക്യൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫിഗർ വരയ്ക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിഗർ നമ്മൾ പറഞ്ഞേക്കുന്നതാണ്, എന്താണോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അതേപോലെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്താ ഇത്? ഏതാണ്? ട്രയാങ്കിൾ എ ബി സി ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ഡി ആൻഡ് ഡി ആർ പോയിന്റ്സ് ഓൺ ബി സി. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് സച്ച് ദാറ്റ് എ ഡിയും എ ഈക്വൽ ആണ്. അപ്പോൾ എ ഡിയും എന്താ? എ ഡിയും ഇത് ഡി ആണെന്ന് വെച്ചോ, ഇത് എ ഡിയും നമ്മുടെ എയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇതും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ഐസോസിൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ബി എ ഡി സി എ ഈക്വൽ ആണ്. ബി എ ഡി അപ്പോൾ ഈ ആംഗിൾ ഞാൻ ആൽഫ എന്ന് കൊടുത്തു. സി എ ഇ ഇതും ആൽഫ. അപ്പോൾ ഇത് രണ്ടും ബി എ ഡിയും സി എയും എന്താണ്? ഈക്വൽ. അതുകൊണ്ട് ആൽഫ എന്ന് കൊടുത്തു. എ ബി എന്ന് പറഞ്ഞാൽ 2p+3. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 2p+3 ആണ്. ബി ഡി എന്ന് പറഞ്ഞാൽ 2p ആണ്. ബി ഡി എന്ന് പറഞ്ഞാൽ 2p ആണ്. അതേപോലെ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3q - 1 ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? q ആണ്. ദെൻ ദ വാല്യൂ ഓഫ് പി പ്ലസ് ക്യൂ. അപ്പോൾ നമുക്ക് പിന്റെയും ക്യൂവിന്റെ വാല്യൂ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എ ബി സി. ഇതിനെ പറയുന്ന പേര് ഇന്റേണൽ ആംഗിൾ. ഇന്റീരിയർ ആംഗിൾ എ ബി, അകത്തുള്ള ആംഗിൾ ഇന്റീരിയറും. ഇവിടുന്ന് നീട്ടി വരച്ചാൽ ഈ ആംഗിളാണ് എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആയിരിക്കും. അതായത് സിയിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴങ്ങ് പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വഴിക്ക് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പം അതിനുവേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ ജോമെട്രി കണ്ടിട്ടില്ലെങ്കിൽ ജോമെട്രി കാണും. അപ്പോൾ അങ്ങനെ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ചാൽ. ഇപ്പൊ ബിയും സിയും ഇപ്പൊ ഞാൻ എന്താ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ഞാൻ ഇങ്ങോട്ട് നീട്ടി എന്ന് പറഞ്ഞാൽ ഇവിടാണ് എക്സ്റ്റീരിയർ ആംഗിൾ. എയിൽ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ത്? ഇന്റേണൽ ആംഗിൾസിന് സമ്മതിക്കും. അപ്പൊ ഈ ആംഗിളും ഇത് തീറ്റയും ഇത് ആൽഫ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ പ്ലസ് ആൽഫ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ ബി ഡി എ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതേപോലെ എ ഇ സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അപ്പൊ അതിനകത്ത് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡിയിൽ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? അപ്പം ഈ ആൽഫയും ഇവിടുത്തെ ആംഗിളോട് കൂട്ടുന്നതാണ് എന്ത്? ഈ തീറ്റ എന്ന് പറയുന്നത്. അതേപോലെ ഈ ആൽഫയും ഇവിടുത്തെ ആംഗിളോട് കൂട്ടുന്നതാണ് എന്ത്? ഈ തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഇതും ഈക്വൽ ആണ്, എന്താ? ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആംഗിളിലേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പൊ എന്തായിരിക്കും? നമുക്ക് ആൽഫയും ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ ഞാൻ എന്ത് കൊടുക്കാം? ബീറ്റ എന്ന് കൊടുക്കാം. ഇത് ബീറ്റ, ഇത് ബീറ്റ. അപ്പം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്താ? ഈ ട്രയാങ്കിൾ ഓക്കെ. അപ്പൊ ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണ്. അപ്പൊ ഈ ആംഗിൾ എന്താ? 180 - തീറ്റ ഇവിടെയും വരും, ഇവിടെ 180 - തീറ്റ. ഇനി നിങ്ങൾ ആ ട്രയാങ്കിൾസ് ഒന്ന് നോക്കേ. എ ബി ഡി അതേപോലെ എ ഇ സി രണ്ടിനകത്തും എന്താ? 3 ആംഗിൾ ഈക്വൽ ആണ്. ഈ ആംഗിളിനും ഈ ആംഗിൾ ഈക്വൽ ആണ്. ബീറ്റയും ബീറ്റ ഈക്വൽ ആണ്. ആൽഫ ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ് ബീറ്റ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. അപ്പം ഈ രണ്ട് ട്രയാങ്കിളും ഇത് 3 ആംഗിൾ ഈക്വൽ ആണ്. അതേപോലെ ബീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ഈക്വൽ അല്ലേ? അപ്പൊ ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? എന്താണ്? സിമിലർ അല്ല, ഇതെന്ന് പറഞ്ഞാൽ കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും അതേപോലെ എല്ലാ ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡിനും എല്ലാ ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ എന്താ? അത് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 2p എന്ന് പറഞ്ഞാൽ ആൽഫയുടെ ഓപ്പോസിറ്റ് അല്ലേ 2p. അപ്പം നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി ഡി എന്താ? കോൺഗ്രുവന്റ് ആണ്. ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ എ ഇ സി ഇത് കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആൽഫയുടെ ഓപ്പോസിറ്റ് 2p അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൽഫയുടെ ഓപ്പോസിറ്റ് q അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2p = q ആയിരിക്കും. ഇനി എന്താ അടുത്ത? ഇവിടുത്തെ ഈ ആംഗിളിൽ ഈക്വൽ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താ? 2p+3. അതേപോലെ ഇവിടുത്തെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്തിനാ? 3q - 1. അപ്പൊ ഇവിടുത്തെ 2pക്ക് വരെ ഞാൻ എന്ത് കൊടുക്കും? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ 2pക്ക് വരെ എന്ത് കൊടുക്കും? q എന്ന് കൊടുക്കും. അപ്പൊ q ഇവിടെ ഞാൻ 2pക്ക് വരെ q കൊടുക്കുമ്പോൾ എന്ത് വരും? ഞാൻ ഇങ്ങോട്ട് ബാക്കി എഴുതാം. 2pക്ക് വരെ q കൊടുക്കുമ്പോൾ എന്ത് വരും? q+3 എന്ന് പറഞ്ഞാൽ എന്താ? 3q - 1 എന്ന് വരും. അപ്പൊ ഇവിടെ q ഇങ്ങനെ ഇവിടെ വരുമ്പോൾ എത്ര വരും? q ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? 2q എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. അപ്പൊ qന്റെ വാല്യൂ എന്ത് വരും? 2 എന്ന് കിട്ടും. q 2 ആണെങ്കിൽ p എന്ന് പറഞ്ഞാൽ എത്ര വരും? p എന്ന് പറഞ്ഞാൽ qന് ഇവിടെ 2 എന്ന് കൊടുക്കുമ്പോൾ pക്ക് എത്ര വരും? pക്ക് 1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുന്നത്? p+q എന്ന് പറഞ്ഞാൽ എന്താ? 1 + 2 = 3. 3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ
അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ഇത്ര സമയമൊന്നും എടുക്കത്തില്ല. എന്താ ചെയ്യേണ്ടത്? ഈ ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗർ ഇനിയിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കണ്ട. അടുത്ത പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആ സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് എവിടേക്കാണ് ഇത് വരുന്നത് ഈ ഫിഗർ ഒന്ന് വരച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിലേഷൻ എഴുതാൻ പറ്റും. ഇതേ ടൈപ്പ് തന്നെ ഇനിയും ഇവർ ഷിഫ്റ്റിൽ ചോദിക്കും, ഇനിയും ചോദിക്കും. TCSന്റെ ഒരു പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നോക്കുന്നത് തന്നെ മനസ്സിലാവും. ആൽഫ ഉണ്ട്, നമുക്ക് ബീറ്റ ഉണ്ട്. അപ്പോൾ മറ്റേത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത്. ഇപ്പോൾ 2p എന്ന് പറഞ്ഞാൽ എന്താണ്? Q ആണ്. അടുത്ത നമ്മുടെ ഇതിന്റെ ഓപ്പോസിറ്റ് 2p + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റണം. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫിഗർ വരച്ചതിന് ഇതൊന്നും ആലോചിക്കാൻ തന്നെ അത് സിമിലർ കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? 2p എന്ന് പറഞ്ഞാൽ Q ആണ്. അപ്പോൾ എന്നിട്ട് എന്താ 2p + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് എന്ത് ചെയ്യാം? Qന്റെ P യുടെ വാല്യൂ എടുക്കുക, നമ്മുടെ ആൻസർ കൊടുക്കുക. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് ചെയ്യും. ഇത് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ആ സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്നലെ കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ ചെയ്ത അതേ ടൈപ്പാണ്. ഈ 4 men and 6 boys can do a work in 8 days and 6 men can do the same work in 7 days. Then how many days 5 men and 4 boys take to do the same work? അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ സെയിം ടൈപ്പ് ചെയ്താണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മെന്നിന്റെയും ബോയുടെ എഫിഷ്യൻസി എടുക്കുക. അതെങ്ങനെ? ഇത് ഫുള്ളൊന്നും എഴുതുന്നില്ല. 4 men + 6 boys എന്താ ചെയ്യേണ്ടത്? മെന്നിനെ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. അപ്പോൾ 8 × 8 ഡേയ്സിൽ 4 men. ഇപ്പോൾ 8 × 4 32 വരും. അതുപോലെ ഇവിടെ എത്ര വരും? 6 × 7 48 വരും. ഇപ്പോൾ ഇവിടെ 32 വരും, ഇവിടെ 32 മെന്നും വരും, ഇവിടെ 42 മെന്നും വരും. അപ്പം എന്ത് വരും? നമുക്ക് എന്താ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 32 - 42. അതായത് 10 മെന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചുമ്മാ നിങ്ങൾ എഴുതുമ്പോൾ മനസ്സിലാവും. 4 men + 6 boys × 8 എന്ന് പറയുന്നത് = 6 men + 4 boys × 7. അങ്ങനെ എഴുതുന്നതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 10 men. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എത്ര വരും? 6 × 8 48. ഇവിടെ 7 × 4 28. ഇപ്പോൾ 28 48 നമ്മുടെ ഡിഫറൻസ് എത്ര? ബോയ്സിന്റെ കാര്യം ബോയ്സിന് മാത്രം എടുക്കുക. അപ്പോൾ എത്ര? 20 ബോയ്സിന് വരും. അപ്പോൾ men by boys എന്താ? men by boysന്റെ എഫിഷ്യൻസി, ഇത് എഫിഷ്യൻസിയാണ്. എത്ര വരും? 2/1. 10/20/10 എന്ന് പറഞ്ഞാൽ 2/1. അപ്പോൾ മെൻ 2 ആണെങ്കിൽ എന്താ? ബോയുടെ എഫിഷ്യൻസി 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ വർക്ക് എത്ര നോക്കാം? മെന്റെ എഫിഷ്യൻസി എത്ര? 2 ആണ്. അപ്പോൾ 4 × 2 8, 8 + 6 × 1 8 + 6 അല്ലേ? 8 + 6 8ഉം 6ഉം 14 × 8. അപ്പോൾ 14 × 8 ആണ് നമ്മുടെ ഇത്. ഇതേ × 8 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പോൾ 14 × 8 ആണ് ടോട്ടൽ വർക്ക്. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഇതേ വർക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ 5 men and 4 boys? അപ്പോൾ ഒരു മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5 മെന്നിന്റെ എഫിഷ്യൻസി 10 ആയിരിക്കും. ഇത് 10 ആയിരിക്കും. 4 ബോയ്സിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഒരു ബോയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ 4 പേരുടെ 4 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ 14 ക്യാൻസൽ ചെയ്യും. നമ്മുടെ എത്ര ആൻസർ? 8 എന്ന് വരും. അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണം? ഡയറക്റ്റ് ഇത് എഴുതുക. men by boy എഴുതുക, 2/1 എഴുതുക. എന്നിട്ട് നോക്കുക 8ഉം 6 14 × 8 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? അത് 5 men. 5 men എന്ന് പറഞ്ഞാൽ 10 14 14. ഈ 14 പറ്റി 8 ആണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്ക് അതിനകത്ത് ഒരു 10 സെക്കൻഡ് ബാക്കിയുള്ളവരെക്കായും ആ എഴുതി ചെയ്യുന്നവരെക്കായും ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ആ ലാഭിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാടുള്ള ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ വേറെ സെക്ഷനിലും നമുക്ക് ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ റീസണിങ്ങിനോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിന്റെ സമയം ലാഭിക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഗിവൻ ബാർ ഗ്രാഫ് ഇൻകം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിലോട്ട് പോയാൽ മതി. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ടു ഇൻകം ഈസ് മിനിമം? അപ്പം എക്സ്പെൻഡിച്ചർ രണ്ടാമത് കിടക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ ടു ഇൻകം മിനിമം. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇവിടെ ഓപ്ഷൻ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് 2016 എക്സ്പെൻഡിച്ചർ ടു ഇൻകം എന്താ? 2016 275/375. ഇപ്പൊ 275 375 ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. എന്താ? മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. 25 വെച്ച് വെട്ടിയേ. 275നെ ഇത് 275 ആണ്. 275/25 എന്ന് പറഞ്ഞാൽ എത്ര? 1 11. അതേപോലെ 325/25 എന്ന് പറഞ്ഞാൽ എത്ര? 1 75/13. അപ്പൊ ഇത് 11/13. അടുത്ത 2017 നോക്കേ. 300/350. 300/25 എന്ന് പറഞ്ഞാൽ എത്ര? 12 ആണ്. 350/25 എന്ന് പറഞ്ഞാൽ എത്ര? 14 ആണ്. അടുത്ത നോക്കേ. 2014 175/225. 175/25 എന്ന് പറഞ്ഞാൽ 7 ആണ്. 225/225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അടുത്ത 2018 325/25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അതേപോലെ 350 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. അപ്പൊ ഇതിനകത്ത് ഏതാണ് എന്താ മിനിമം എന്ന് വെച്ചേക്കുന്നത്? അപ്പൊ നിങ്ങൾ മിനിമം കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യുന്നത്? നോക്ക്. നമുക്ക് 11/13, 12/14, അതേപോലെ 7/9, അതേപോലെ 13/14. ഇതിനകത്ത് ഏതാ മിനിമം എന്നാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ മിനിമം ആണോ മാക്സിമം എന്ന് കണ്ടുപിടിക്കാൻ ഇതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഇത് ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. ഇതിനെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 14 × 11 പറഞ്ഞാൽ 154 ആണ്. അതേപോലെ 13 × 12 പറഞ്ഞാൽ എത്രയാണ്? 156 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണോ വലുത് വരുന്നത് അത് വലുതായിരിക്കും, ഏതാണോ ചെറുത് വരുന്നത് അത് ചെറുതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കേ. 14 × 11 പറഞ്ഞാൽ 154.
13 ഗുണം 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് 156. അപ്പൊ വലുത് വരുന്നത് ഏതാ? ഇതല്ലേ. നമുക്ക് വലുതാണ് വരുന്നത്, മിനിമം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കളയാം. ഇതാണ് വലുത്, ഇതിനെ കളയാം. ഇനി എന്ത് ചെയ്യണം, ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. 11/13 7/9 ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ 11 എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് മേലെ വരുന്ന വാല്യൂ നോക്കണം. അപ്പൊ 11 ഗുണം 9 എത്ര? ഇവിടെ 99 വരും. 13 ഗുണം 7 എത്ര? ഇവിടെ 91 വരും. ഏതാണ് 91 വലുത് 99 വലുത്? 99 വലുത്. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് മിനിമം വേണ്ടത്. കാര്യം മിനിമം ആണ് നമുക്ക് കണ്ടുപിടിക്കുക, ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ, ഇതും കളയാം. ഇനി എന്താ, ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ 14 ഗുണം 7 എത്ര? 98. അപ്പൊ 13 ഗുണം 9 എത്ര? 117. അപ്പൊ ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പൊ വലുതാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ചെറുതാ വേണ്ടത്. അപ്പം 7/9 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എന്ത്, ചെറുതെന്ന് പറയുന്നത്. 7/9 കറസ്പോണ്ടിങ് ഉള്ള വർഷം ഏതാ? 2014. 2014. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത്. എഴുതുമ്പോൾ ഈ ഓർഡറിൽ ഇതേപോലെ അങ്ങ് എഴുതാൻ നോക്കുക. ഇങ്ങനെ എഴുതാതെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറഞ്ഞത്. എഴുതുമ്പോൾ ഇതേ ഓർഡറിൽ ചെയ്യുക. വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് വലിയ വാല്യൂ എവിടെയാണോ വരുന്നത് അത് വലിയ നമ്പർ ആയിരിക്കും, ചെറിയ വാല്യൂ എവിടെയാണോ വരുന്നത് ചെറിയ നമ്പർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലുതും ചെറുതും ഫ്രാക്ഷനിൽ കണ്ടുപിടിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കേ, ആവറേജ് ഓഫ് 5 നമ്പർ 30 ആണ്. ഇഫ് ഓൺ നമ്പർ ഈസ് എക്സ്ക്ലൂഡഡ് ആവറേജ് ബിക്കം 31. വാട്ട് ഈസ് എക്സ്ക്ലൂഡ് നമ്പർ? ഇതിന് ആവറേജിന്റെ വലിയ കൺസെപ്റ്റുകളൊന്നും പഠിക്കേണ്ട, അങ്ങനെ എളുപ്പ വഴികളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് നമുക്ക് നോക്കി ചെയ്യാവുന്നുള്ളൂ, മനസ്സിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. 5 നമ്പേഴ്സിന്റെ ആവറേജ് 30 ആണെങ്കിൽ ടോട്ടൽ സം എത്ര? 150. ഈ ഫോൺ നമ്പർ ഈസ് എക്സ്ക്ലൂഡ്. അപ്പൊ എത്രയായി? 5 നമ്പർ ഉള്ളത് 4 നമ്പറായി. ആവറേജ് ബിക്കംസ് 31. അപ്പൊ എത്രയായി സം? 31 കൊണ്ട് 4 എത്ര? 124. അപ്പം നേരത്തെ 150 ഉണ്ടായിരുന്നു, ഇപ്പൊ 124 ആയി. ഏത് നമ്പരാ പോയത്? 26 പോയത്. 26 പോയത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പേന പോലും എടുക്കാതെ നോക്കി തന്നെ ഇത് ഈ എഴുതുന്നത് നമുക്ക് എന്താ പറഞ്ഞു ചെയ്യാം. 150 ഉണ്ടായിരുന്നു, 127 26 പോയത്. അപ്പൊ പേന പോലും എടുക്കാതെ 10 സെക്കൻഡിനകത്ത് ചെയ്യാം. അപ്പൊ ഇത് അല്ലാതെ നമ്മൾ ഡീവിയേഷൻ വെച്ച് പറയാം. 5 നമ്പർ 30 ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? 30 30 30 30 എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഏതോ ഒരു നമ്പർ പോയി. അപ്പൊ പോയ നമ്പർ 30 തന്നെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താവത്തില്ല, ചേഞ്ച് ആവത്തില്ല. പക്ഷെ എന്താ പറ്റിയത്? ആവറേജ് ബിക്കംസ് 31. അപ്പൊ ഏതോ ഒരുത്തം പോയത് കാരണം എല്ലാവർക്കും എന്തായി, നേരത്തെ 30 എന്നുള്ളത് 31 ആയി. എത്ര പേർക്കാ കൂടിയത്? 4 പേർക്ക്. 4 പേർക്ക് എത്ര ആവറേജ് കൂടിയത്? ആവറേജ് കൂടിയത് എത്ര? 1 കൂടിയത്. അപ്പം 1 ഗുണം 4 പേർക്ക് നമ്പർ ഇൻറ്റു എത്ര? ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്ത്? സം എന്ന് പറയുന്നത്. അപ്പം 4 പേർക്ക് 1 വെച്ചാൽ കൂടിയത്. അപ്പൊ 4 ഗുണം 1 4 എന്ത്? സമ്മിൽ കൂടിയത്. അതിന്റെ അർത്ഥം എന്താ? മറ്റോ 30 കൊണ്ട് വരുന്നെങ്കിൽ നമുക്ക് 30 തന്നെയായിരുന്നു ആവറേജ് വരേണ്ടത്. പക്ഷെ എത്ര കൊണ്ടുപോയി? അവൻ എത്ര കൊണ്ടുപോയുള്ളൂ? 26 കൊണ്ടുപോയുള്ളൂ. അതുകൊണ്ടാണ് ഈ 4 അധികം വന്നത്. ഈ 4 അധികം വന്ന് എന്ത് ചെയ്തു? ഈ 4 പേരോട് ഒന്ന് ഭാവിച്ചെടുത്തു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ആവറേജ് 31 വന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത, ഈ ആവറേജ് കൺസെപ്റ്റ് അറിയാവുന്നവർ, ആവറേജിന്റെ ക്ലാസ് പഠിച്ചവർക്ക് അന്ന് അത് പെട്ടെന്ന് മനസ്സിലാക്കണം. ആവറേജ് ക്ലാസ് കണ്ടില്ലാത്തവർ വിഷമിക്കേണ്ട, അത് ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 26. നമുക്ക് ഒരു ഇക്വേഷൻ മാത്രം മതി. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ നമ്പർ. പിന്നെ വലിയ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രം എന്ത് ചെയ്തുള്ളൂ, നമ്മൾ ഇതേപോലത്തുള്ള ഈ കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കോഡ്സ് എ ബി ആൻഡ് സി ഡി ഓഫ് എ സർക്കിൾ വെൻ പ്രൊഡ്യൂസ്ഡ് മീറ്റ് അറ്റ് പോയിന്റ് പി. എ ബി തന്നിട്ടുണ്ട്, ബി പി തന്നിട്ടുണ്ട്, സി ഡി തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് പി ഡി. അപ്പൊ ഇതിനകത്ത് കാൽക്കുലേഷൻ നിങ്ങൾ എത്ര സ്പീഡ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. ഇതിന്റെ എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ഒരു 2 കോഡുകൾ നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ എ ബി സി ഡി 2 കോഡുകളാണെങ്കിൽ ഇത് പി ആണെങ്കിൽ എന്താ പുറത്തുള്ളത്? പി എ ഇൻറ്റു പി ബി, അതായത് പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ ഈക്വൽ ടു എന്താ? പി സി ഇൻറ്റു പി ഡി. പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ, അതായത് പുറത്തുള്ളതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് പുറത്തുള്ളതിൻ്റെ ടോട്ടൽ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ടാൻജന്റും സീക്കൻറ്റും വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി ആദ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോഡ് എ ബി ആൻഡ് സി ഡി ഓഫ് എ സർക്കിൾ. അപ്പോൾ ഇതേപോലെ കോഡ് എ ബിയും അതേപോലെ സി ഡിയും, എ ബിയും സി ഡിയും എന്താ? പ്രൊഡ്യൂസ്ഡ് മീറ്റ് അറ്റ് പോയിന്റ് പി. എ ബിയുടെ വാല്യൂ വന്നിട്ടുണ്ട് 6.3, ബി പിയുടെ വാല്യൂ വന്നിട്ടുണ്ട് 4.5, സി ഡിയുടെ വാല്യൂ വന്നിട്ടുണ്ട് എത്ര? 3.6. നമുക്ക് എന്തിന്റെ വാല്യൂ വേണ്ടത്? പി ഡിയുടെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഫോമിൽ എഴുതുന്നത്? പി ബി എന്ന് പറഞ്ഞാൽ എന്താ? 4.5 പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ, അതായത് ഇത് 4.5 6. അതായത് പി എ വേണ്ടുന്നത്. അപ്പം 6ഉം 4.5 4 10, പിന്നെന്താ 0.3 0.5 കൂടെ 0.8. അപ്പൊ 10.8 എന്ന് പറയുന്നത് എന്താ? എക്സ് ഇൻറ്റു പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ എക്സ് പ്ലസ് 3.6. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മുടെ എക്സിന്റെ വാല്യൂ, ഓപ്ഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ വേണ്ടത്. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റീവ് എങ്ങനെ ചെയ്താൽ ഇത് എന്താ ചെയ്യുന്നത്? ഒരിക്കലും എക്സ് സ്ക്വയർ പ്ലസ് 3.6 ഇതിനെ ഒരിക്കലും ക്വാഡ്രാറ്റിക് ആക്കരുത്. അത് നിങ്ങൾ ഒരുപാട് സമയം കളയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തേ. നമ്മുടെ 9 മൾട്ടിപ്പിൾ ആവാനുള്ള കേസ് നമുക്കറിയാം. എന്തായിരിക്കും? ഡിജിറ്റിന്റെ സം എന്ന് പറഞ്ഞാൽ 9 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇത് നോക്കി 5 4 9. അപ്പൊ ഇതിനകത്ത് 9 ഉണ്ട്. അതായത് 9 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്താലും അതിന്റെ ഡിജിറ്റിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നോക്ക്, ഇത് 9 ആണ്. അതൊരു പ്രോപ്പർട്ടിയാണ്, ഡിജിറ്റ് സമ്മിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ത് കാണണം? ഈ LHS 9നെ മൾട്ടിപ്പിൾ ആണെങ്കിൽ RHS എന്തായിരിക്കണം? 9നെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഇത് ഓൾറെഡി എന്താണ്? 3.6 എന്ന് പറഞ്ഞാൽ 6 3 9 ആണ്. കൂട്ടുമ്പോൾ 9 ആണ് വരുന്നത്. ഇത് 9നെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്തായിരിക്കണം? നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9നെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 9നെ മൾട്ടിപ്പിൾ ഉള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡി അല്ല ഉള്ളൂ. 4 8 12 അല്ല, 3 3 4 അല്ല, 3 5 8 അല്ല, 5 4 9. അപ്പൊ 9നെ മൾട്ടിപ്പിൾ ഉള്ള ഓപ്ഷൻ ഡി അല്ലേ ഉള്ളൂ.
ഇത് നോക്കുമ്പോൾ തന്നെ ഈ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾ എന്ത് ചെയ്യും, ഇത് മാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ഇത് x² + 3.6 അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 4.5 × 10.8നെ ഒരു 2 ഇപ്പുറത്തോട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 9 × എന്താ 2 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും, 5.4. നിങ്ങൾ എക്സിന് എന്താ 3, ഇത് നോക്കേ 9 × 5.4, അതായത് ഡിഫറൻസ് എത്രയാണ്, 3.6 ആണ്. അപ്പം ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സും ആ എക്സിനേക്കായും 3.6 കൂടിയ ഒരു നമ്പർ, അതായത് ഇത് 9 ആണെങ്കിൽ എന്താ ഇത് 5.4, അല്ല സാറ്റിസ്ഫൈ അല്ലേ, എക്സും എക്സിനേക്കായും എന്താ 3.6 കൂടിയത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമ്മുടെ വാല്യൂ 5.4. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ആ 9നെ മൾട്ടിപ്പിൾ വെച്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ 9നെ മൾട്ടിപ്പിൾ നോക്കുന്നത്, 9ന്റെ മൾട്ടിപ്പിൾ നോക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോമിലോട്ട് ആക്കണം. അതായത് ഒരു നമ്പരും ആ നമ്പറിൽ നിന്ന് 3.6 കൂടിയ നമ്പരും ആ ഒരു ലെവലിലോട്ട് ആക്കാൻ പറ്റുമെന്ന് നോക്കണം, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നത് നിങ്ങളുടെ എന്താ സമയത്ത് ലാഭിക്കും. അല്ലാതെ നിങ്ങൾ എന്താ ഒരിക്കലും 4.5 × 10.8 = x² + 3.6x എന്ന് എഴുതിയിട്ട് ഇതിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ, 2-3 മിനിറ്റ് ഒന്ന് പോകുന്നത് മാത്രമേ ഗുണം കാണും, ആൻസറും കിട്ടത്തില്ല. ആൻസറും ആ പ്രഷറിൽ നമുക്ക് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കുറച്ച് വലിയ ഡേ ആണ്. പൈ ചാർട്ട് ചോദിച്ചത് മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ഫാമിലി എ ബി ആണ്. ഓക്കെ, മന്ത്ലി എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ ഫാമിലി എ ആൻഡ് ബി 5000, 75,000 ആണ്. മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ₹5,000 അണ്ടർ വേരിയസ് ഹെഡ്സ് ഓഫ് ഫാമിലി, അതാണ് ഈ തന്നിരിക്കുന്നത്. എന്താ എയുടെ, അതുപോലെ ബിയുടെ എക്സ്പെൻഡിച്ചർ ആണ് എന്ത് തന്നിരിക്കുന്നത്, ഇങ്ങനെ തന്നിരിക്കുന്നത് 7% അങ്ങനെ തന്നിട്ടുണ്ട്. അതൊന്നും കണ്ട് പേടിക്കണ്ട. എന്താ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കേ, ഇഫ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് ബോത്ത് ഫാമിലീസ് ആർ കമ്പൈൻ ടുഗദർ, അപ്പോൾ രണ്ടുപേരുടെയും കൂടെ എന്ത് എക്സ്പെൻഡിച്ചർ കമ്പൈൻ ചെയ്താൽ then the expenditures on entertainment of both families together will be what percentage of the total monthly expenditure of both family. അപ്പോൾ അടിയിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വരുന്നത്, 50,000, 75,000, 75,000 എത്ര, 125,30. അപ്പോൾ 125,30 ആണ് എന്ത് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടെ എഴുതി, ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര, 125,30. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താ എക്സ്പെൻഡിച്ചർ ഓഫ് എന്റർടൈൻമെന്റ് ഓഫ് ബോത്ത് ഫാമിലീസ് ടുഗദർ. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ എന്റർടൈൻമെന്റിലെ എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ എന്റർടൈൻമെന്റ് നോക്കേ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 50,000 ആണ്, അതിനകത്ത് 11% മിസലേനിയസിന്, 30% ഫുഡിന്, അങ്ങനെയാണ്. അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര, ഇവിടെ 10%. അപ്പൊ 10%, 50,000ന്റെ 10% പറഞ്ഞാൽ എത്ര, 5,000 ആണ്. അപ്പൊ ഇവിടെ 5,000 ആണ് ഇവിടുന്ന് ആദ്യത്തെ കിട്ടുന്നത്. രണ്ടാമത്തെ എന്താ 10% ഒരു സാധനം മാറ്റി പോയിന്റ് ഇടാം. ഇനി അടുത്ത രണ്ടാമത്തെ എന്റർടൈൻമെന്റ് എത്ര, 12%. അപ്പൊ 75,300 12% വേണം എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി കുത്തുക, 1% എന്ന് പറഞ്ഞാൽ 750, 750 1%. അപ്പൊ 12% എന്ന് പറഞ്ഞാൽ എത്ര, 750 × 12. അപ്പൊ 750 × 12 എങ്ങനെ ചെയ്യുന്നത്, 75 × 12 ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു 0 കൊടുക്കണം. ഇതൊക്കെ മനസ്സിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. 75 × 12 എങ്ങനെ ചെയ്യുന്നത്, 75 × 10 750, പിന്നെ എന്താ 75 × 2, പിന്നെ 12നെ 10 + 2 എന്ന് എഴുതുക, 75 × 10 750, പിന്നെ 2 × 75 150. അപ്പം 750 150 900 കൂടെ നമ്മൾ ഒരു 0 കൊടുക്കാം. അപ്പൊ എന്താണ് 9,000 ആണ് ഇവിടെ വരുന്നത്. ഇത് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അതായത് 72 × 75 × 12 ഇങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. 750 ബാക്കി 150, 900 പിന്നെ ഒരു 0 കൂടെ. 0 വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 1% എന്ന് പറഞ്ഞാൽ 750, 75 × 12 900 ആണ്, ഒരു 0 കൂടെ ഇട്ട് ഇത്ര 14,300. അപ്പൊ എന്താണ് ആ 14,300 ആണ് നമ്മുടെ ന്യൂമറേറ്റർ വരുന്നത്, 14,300. ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ എത്ര, 14/125. അപ്പൊ ഇനി നോക്കേ, ഇത് × 100, ഇത് എത്ര പെർസെന്റേജ് ആണ് വരുന്നത്, പെർസെന്റേജ് × 100ഉം പെർസെന്റേജ് സിമ്പിളും ഇടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ എന്താ വേണ്ടുന്നത്, 125ന്റെ എത്ര പെർസെന്റേജ് ആണ്, 14 വേണം. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് നമ്പറിന്റെ പെർസെന്റേജ് ചോദിച്ചാലും അതിന്റെ 10% നിങ്ങൾ മനസ്സിൽ വേണം. അപ്പൊ ഈ 125ന്റെ 10% എത്ര, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അപ്പൊ 12 ആയിരുന്നു നമുക്ക് എന്ത് പറയായിരുന്നു, ഇവിടെ 12 ആയിരുന്നു നമുക്ക് എന്ത് പറയായിരുന്നു, ഇത് 10% എന്ന് പറയുന്നു. അപ്പൊ ഓപ്ഷനകത്ത് 10 ഉണ്ട് 11 ഉണ്ട്. 10% അല്ല, 10% കൂടുതലുള്ള വാല്യൂ, എന്നാൽ ഒരുപാടും കൂടുതലാണോ, 10% എന്ന് പറഞ്ഞാൽ എത്ര, 12.5. 1% എന്ന് പറഞ്ഞാൽ എത്ര, 1.25 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടുമ്പോൾ ഇത് വരും 13.75, അതായത് 14ന്റെ അടുത്ത് വരും. അപ്പൊ നമ്മുടെ ആൻസർ നിയറസ്റ്റ് ഇൻറ്റീജർ എന്ന് വെച്ചേക്കുന്നത്. അപ്പൊ നിയറസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് × 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 10% അല്ല, 10% ജസ്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 1.25 കൂടുതൽ, അതായത് 13.75 വരത്തുള്ളൂ, അതായത് ഏകദേശം 11ന്റെ അടുത്ത്. കാര്യം 12ഉം വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 11. അപ്പൊ ഇത് കണ്ടുപിടിക്കാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 10% എന്ന് പറഞ്ഞാൽ 14/125, 10% 12. അപ്പൊ 10% അല്ല, അത് ജസ്റ്റ് കൂടുതലാണ്. അപ്പൊ ജസ്റ്റ് കൂടുതലുള്ള ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 13 ഏപ്രിൽ ഷിഫ്റ്റ് 1 ആണ്. ഷിഫ്റ്റ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും കൂടെ ചേർത്ത്. അപ്പം നിങ്ങൾക്ക് ഈ സൊല്യൂഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം കാൽക്കുലേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് എക്സാമിന് നമ്മൾ എഴുതേണ്ടത്, ഇപ്പോൾ ബുക്കിലുള്ള മെത്തേഡും
ഞാൻ പറയുന്ന മെത്തേഡ് നല്ല വ്യത്യാസം കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടിട്ട് അത് ആ മെത്തേഡ് സ്വന്തം മെത്തേഡാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ കാൽക്കുലേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നതിലോ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ക്ലാസ്സിൻ്റെ എല്ലാം നോട്ട് PDF ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ അത് എളുപ്പമായിരിക്കും. എല്ലാ ഷിഫ്റ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ. എല്ലാവർക്കും നന്ദി.